അങ്ങനെ കനത്ത ചൂടാണ്. നമുക്കറിയാം, കറണ്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ സംസ്ഥാനത്ത് നടക്കുകയാണ്. കൊടും ചൂടിൽ ജനം വിയർത്തൊലിക്കുന്നതിനിടെ പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണവുമായി KSEB 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണം വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വൈദ്യുതി ബില്ല് കൂടുമോ എന്ന് ഇപ്പോൾ ഉറപ്പ് പറയാനാകില്ല എന്നാണ് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം. ആ പ്രതികരണം ഒന്ന് കേട്ടു. എക്സസ് വരുമ്പോൾ ലോഡ് ഷെഡിങ് അല്ല, ട്രിപ്പ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഒരു ട്രാൻസ്ഫറിന്റെ കീഴിൽ ആ കപ്പാസിറ്റിയിൽ വെച്ച് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ട്രിപ്പായി വരികയാണ്. ലോഡ് ഷെഡിങ് അല്ല. ഇന്നലെ 250 മെഗാവാട്ട് കിട്ടിയതോടുകൂടി നമുക്ക് ലോഡ് ഷെഡിങ്. അലക്സ മുഹമ്മദ് അവരുമായി. അലക്സ, സാങ്കേതികമായി പവർ കട്ട് ലോഡ് ഷെഡിംഗ് എന്ന് പറയുന്നില്ലെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം 15 മിനിറ്റ് അരമണിക്കൂറോളം കറണ്ട് ഉണ്ടാകില്ല. ഇനി എങ്ങനെയായിരിക്കും അത്? SMS എപ്പോഴേക്ക് എത്തും? എന്താണ് അതുമായി ബന്ധപ്പെട്ട് തരുന്ന വിവരങ്ങൾ? സുഹൈലെ, സംസ്ഥാനത്ത് ഈ ചൂട് വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് വൈദ്യുതി ഉപയോഗവും കുതിച്ചുയർന്നത്. ഓരോ ദിവസത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗവും അതുപോലെ പീക്ക് സമയത്ത് വൈകുന്നേര സമയത്ത് വൈദ്യുതി ആവശ്യകതയും ഉയർന്നു തന്നെ തുടരുകയാണ്. ഇന്നലെ തന്നെ ഏതാണ്ട് 6000 മെഗാവാട്ടിനടുത്താണ് ഈ വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം നിലവിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. 10 മുതൽ 15 മിനിറ്റ് വരെ, ചിലയിടങ്ങളിൽ അത് 1 മണിക്കൂർ വരെയെങ്കിലും ഒക്കെ വൈദ്യുതി നിയന്ത്രണമുണ്ട്. അത് അപ്രഖ്യാപിത പവർ ലോഡ് ഷെഡിംഗ് എന്നോ പവർ കട്ടെന്നോ അതിനെ വിശേഷിപ്പിക്കാം. പക്ഷേ അതിനെ ആ ഒരു വിശേഷണത്തിൽ വിളിക്കാൻ മന്ത്രി തയ്യാറല്ല, വകുപ്പ് മന്ത്രി തയ്യാറല്ല. അദ്ദേഹം പറയുന്നത് അത് ട്രിപ്പ് ആകുന്നതാണ് എന്നാണ് വകുപ്പ് മന്ത്രി തുടർച്ചയായി നൽകുന്ന വിശദീകരണം. അത് മാത്രമല്ല, KSEB അതിന് പുതിയൊരു പേര് കൂടി ഇടുന്നു എന്നുള്ളതാണ്. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിൽ അതിനെ ഓമന പേരിട്ട് വിളിക്കുകയാണ്. അതായത് സംസ്ഥാനത്തിന് മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് തന്നെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതിന് KSEB തീരുമാനിച്ചിട്ടുണ്ട്. അത് SMS മുഖേന ഉപഭോക്താക്കളെ അറിയിക്കും. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ 30 മിനിറ്റ് വരെ ആയിരിക്കും ഈ പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന തരത്തിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുക എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ജനങ്ങൾക്ക് പലയിടങ്ങളിലും ജനങ്ങൾക്ക് പരാതിയുണ്ട്. അതായത് ഈ വൈദ്യുതി പോകുന്നത് എന്തുകൊണ്ട് KSEB മുൻകൂട്ടി അറിയിക്കുന്നില്ല എന്ന പരാതി അവർ വ്യാപകമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അവരെ മുൻകൂട്ടി SMS മുഖേന അറിയിക്കാനുള്ള ഒരു തീരുമാനം കൂടി എടുത്തിട്ടുള്ളത്. പക്ഷെ മന്ത്രി പറയുന്നത് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ട്. അതിനാൽ ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, റെഗുലേറ്ററി കമ്മീഷൻ 250 മെഗാവാട്ട് വരെ വൈദ്യുതി പ്രതിദിനം പുറത്തുനിന്ന് വാങ്ങാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷെ അത് കരാറിൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പുറത്ത് വൈദ്യുതി അങ്ങനെ വാങ്ങുന്നതിന് പുറത്ത് മാർക്കറ്റിൽ വൈദ്യുതി ലഭ്യമല്ല. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടക്കം കടുത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ വൈദ്യുതി ആവശ്യകത കുതിച്ചുയർന്നു തന്നെ നിൽക്കുകയാണ്. ദേശീയ തലത്തിൽ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വൈദ്യുതി വാങ്ങുന്നതിന്, സംസ്ഥാനാന്തര വൈദ്യുതി വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ആ കരാർ പ്രകാരം വൈദ്യുതി വാങ്ങാൻ സാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് വാസ്തവമാണ്. പക്ഷേ അത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് അത് മറികടക്കാനാകും എന്നാണ് KSEB ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. ആഭ്യന്തര ഉൽപാദനവും പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഏതാണ്ട് 1200 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ജലം മാത്രമേ സംസ്ഥാനത്തെ KSEB ഡാമുകളിൽ അവശേഷിക്കുന്നുള്ളൂ. വേനൽ മഴയിൽ കൂടി പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് KSEB. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.